Sunday Classics. Sunday Classics. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എം സൺഡേ ക്ലാസിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം റിജാസ്. ഇന്ന് എന്നോടൊപ്പം പാട്ടോർമ്മകൾ പറയാൻ ഗായകനും സംഗീത സംവിധായകനുമായിട്ടുള്ള ഒരാളാണുള്ളത്, ശ്രീനിവാസ്. ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് കുറെ ഹൃദ്യമായ പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകളിൽ ചിലതിനെ കുറിച്ചുള്ള ഓർമ്മകൾ, കഥകൾ ഇതൊക്കെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൽ നിന്ന്. സാർ നമസ്കാരം, സൺഡേ ക്ലാസിക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കങ്കാറു എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിമിൽ ഞാൻ മ്യൂസിക് ചെയ്ത് അത് റിലീസായി ഓഡിയോ. അതുപോലെ തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രജനീകാന്തിന്റെ ലിംഗ എന്ന് പറയുന്ന സിനിമയിൽ പാടിയായിരുന്നല്ലേ? റഹ്മാൻ സാറിന്റെ മ്യൂസിക് ആണ്. AR റഹ്മാൻ, വൈരമുത്തു, രജനീകാന്ത്, KS രവികുമാർ. ഈ കോമ്പിനേഷനിൽ ഞാൻ നേരത്തെ പാടിയ മിൻസാരപ്പൂവ് എന്നുള്ള പടയപ്പാലുള്ള പാട്ടാണ് എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ വന്നത്. അപ്പൊ അതുപോലെ ആ സെയിം കോമ്പിനേഷൻ ആണ് ഇപ്പോ വീണ്ടും എൻ മന്നവ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ലിംഗയിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. AR റഹ്മാൻ സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണ്? താങ്കൾ അദ്ദേഹത്തിന്റെ പല പാട്ടുകളും പാടിയിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. AR റഹ്മാൻ സാറിന്റെ കൂടെ ക്ലോസ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 20 കൊല്ലമായിട്ട് എനിക്ക് വളരെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ ഐ റിയലി ലവ് ഹിം. ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. ആരോടും പുള്ളിക്ക് ദേഷ്യമില്ല, വിരോധമില്ല. ഏത് ജോണറും പുള്ളിക്ക് ദേഷ്യമില്ല. ഇതൊക്കെ അടിപൊളി പാട്ടുകൾ, ഇതൊക്കെ വൃത്തികെട്ട പാട്ടുകളിൽ നിന്നും ഒരിക്കലും പറയാറില്ല. എല്ലാം സ്വീകരിക്കുന്ന ആളാണ്. ലിംഗയിലെ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും. ലിംഗയിലെ പാട്ട് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ബിക്കോസ് അത് ഞാൻ അദിതി പോൾ എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ, അവര് ബംഗാളാണ്, പക്ഷെ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. അവരെ ഞാൻ ആ പാട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ 2-3 ദിവസമായിട്ട് അവർക്ക് തമിഴ് വരുന്നില്ല. അപ്പൊ തമിഴ് കുറച്ച് പഠിപ്പിച്ച് എന്നിട്ട് ഞാൻ അവരെ റെക്കോർഡ് ചെയ്തു. റഹ്മാന് മനസ്സിലുണ്ടായിരുന്നു ആ പാട്ടിന്റെ മേൽ പോർഷൻ ഞാൻ തന്നെ പാടണമെന്ന്. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. KS രവികുമാറും പ്രോബബ്ലി ഹി ഓൾസോ റിയലി ലൈക്ക് മൈ വോയിസ്. പക്ഷെ എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല. ഞാനൊരു 7 മിനിറ്റ് പാടിയിട്ടേ ഉള്ളൂ. ബിക്കോസ് റഹ്മാൻ സാർ പെട്ടെന്ന് എടുത്തു. ആ സമയത്ത് തന്നെ ഇംപ്രവൈസ്. അതാണ് റഹ്മാൻ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ട്യൂൺ ഉണ്ടെങ്കിൽ അത് ഇംപ്രവൈസ് ചെയ്യും പുള്ളി. ആ സമയത്ത് ഇതിങ്ങനെ വേണ്ട, ഇങ്ങനെ മാറ്റും എന്ന് പറയും. ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു അത് ക്യാച്ച് ചെയ്യണം നമ്മൾ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് ആ സമയത്ത് പേടിച്ച് നിൽക്കാൻ പാടില്ല. നമ്മളും ആ എക്സ്പെരിമെന്റ് മ്യൂസിക്കിന്റെ കൂടെ ഉണ്ടാവണം. ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ഇന്നോവേറ്റിംഗ്. എന്തായാലും നമുക്ക് ലിംഗയിലെ പാട്ട് തന്നെ കേൾക്കാം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. சின்ன நட்சத்திரம் பறிக்க வந்தாய், இந்த வெண்ணிலாவை வெண்ணை பூசி விழுங்கி விட்டாய். சின்ன நட்சத்திரம் பறிக்க வந்தாய், இந்த வெண்ணிலாவை வெண்ணை பூசி விழுங்கி விட்டாய். அதிவீரா உயிரை உயிரால் தொடுவீரா. உன் கண்களும் பூ தேடதே. உன் கைகளும் சின்ன நட்சத்திரம் பறிக்க வந்தேன், இந்த வெண்ணிலவை வெண்ணை பூசி விழுங்கி விட்டேனே. நீதான் பசிக்காரனாந்தான், மோகக்குடமே முத்துவடமே உந்தன் கச்சை மாங்கனி வந்தி வைராணி.
நட்சத்திரம் பறிக்க வந்தாய் இந்த வெண்ணிலாவை வெண்ணை பூசி விழுங்கி விட்டாய் அதிவீரா உயிரை உயிரால் தொடுவீரா கையில் பாராத வெள்ளை பூக்களை கையில் தருவாய் கண்ணே 7 தேசங்களை வென்ற மன்னன் உன் கால் சுண்டு விரல் கேட்டேனே சிற்றின்பம் தாண்டி பேரின்பம் கொள்வோம் உயிர் தீண்டி நாம் உடல் தாண்டி போவோம் ஞான அழகே மோன வடிவே என்னை கூடல் கொள்ளவா கொற்றவை மைந்தா சின்ன சின்ன நட்சத்திரம் பறிக்க வந்தேன் இந்த வெண்ணிலவை வெண்ணை பூசி விழுங்கி விட்டேன் சின்ன சின்ன நட்சத்திரம் பறிக்க வந்தாய் இந்த வெண்ணிலாவை வெண்ணை பூசி விழுங்கி விட்டாய் அதிவீரா உயிரை உயிரால் தொடுவீரா அதிவீரா உயிரை உயிரால் தொடுவீரா Sunday Classics. Sunday Classics. ശ്രീനിവാസ് എന്ന ഗായകൻ മലയാളത്തിൽ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ ദ പ്രസിഡന്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായി പാടുന്നത്. പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല. പിന്നീട് അദ്ദേഹത്തിന് പ്രഗത്ഭരായ പല സംഗീത സംവിധായകരും അവസരം കൊടുക്കുകയും അദ്ദേഹം ഹൃദ്യമായ പാട്ടുകൾ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ പാടിയിട്ടുള്ളത്. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ്. സർ, മലയാളത്തിൽ താങ്കളുടെ ആദ്യകാലങ്ങളെ കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ രവീന്ദ്ര മാസ്റ്ററാണ് എനിക്ക് ശരിക്കും ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ശരത് തന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി. പക്ഷെ ആ സമയത്ത് ശരത്തിന് പേരില്ല, എക്സ്പെരിമെന്റ് ചെയ്യാൻ ആയിട്ട് സമ്മതിക്കത്തില്ല. വിദ്യാസാഗർ മ്യൂസിക് ചെയ്തപ്പോൾ വിദ്യാസാഗറിന് ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു തമിഴിലും. എന്നെ വളരെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. സമരൻ ബെത്ലഹാം ചെയ്തപ്പോ എനിക്ക് എന്നെ വിളിച്ച് പാടിച്ചു 2 പാട്ട്. എത്രയോ ജന്മമായി ആ സിനിമയിൽ വളരെ ക്രൂഷ്യലായിട്ട് വരുന്ന ഒരു സീനാണത്. പിന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ഞാനും ബിജു നാരായണനും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ്. ഞാൻ സുരേഷ് ഗോപിക്കാണ് പാടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. മാരിവില്ലൻ ഗോപുരങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് പെപ്പി മാത്രമല്ല, പക്ഷെ ഒരു മെലഡി ഉണ്ട്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത്. വിദ്യാസാഗർ എന്നുള്ള മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എൻജോയ് ചെയ്യും. ഒരു സിംഗറിനെ കൊണ്ട് വളരെ വളരെ നന്നായി പാടിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഹി വിൽ നെവർ ഇറിറ്റേറ്റ് ദ സിംഗർ ആൻഡ് ഓൾസോ ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ സിംഗർ. വിദ്യാസാഗറിന് ഫീൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി പാട്ടുകാരനെല്ലാം കിട്ടുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ആൻഡ് വിദ്യാസാഗർ ശരിക്കും പറഞ്ഞാൽ മലയാളം സിനിമ പാട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രേറ്റ്സ് ബാബുരാജ്, ദക്ഷിണാമൂർത്തി, രവീന്ദ്രൻ മാസ്റ്റർ ഇങ്ങനെ വന്ന് പറഞ്ഞു വരുമ്പോ ഡെഫിനറ്റ്ലി വിദ്യാസാഗർ അവിടെ വന്ന് നിൽക്കും നമ്മൾ. എന്തായാലും നമുക്ക് സമറിൻ ബദ്ലഹേമിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ ഇണ നൽകി താങ്കളും ബിജു നാരായണനും ചേർന്ന് പാടിയ ആ പാട്ട് തന്നെ കേൾക്കാം. മാരിവില്ലൻ. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം സൺഡേ ക്ലാസിക്സ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേടസൂര്യൻ കാവലാളായി നീലരാത്രി മീതെ കൂകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ
വെള്ളിത്തിങ്കളാണല്ലോ ചില്ലിൻ ജാലകം. രാവിൽ പൂത്ത നക്ഷത്രം മേലെ മേഞ്ഞ മേലാപ്പാൽ ചായം പൂശിയെങ്ങും സന്ധ്യാ കുങ്കുമം. പനിനീർ നിറയും പൈമ്പാൽ കുളവും ആമ്പൽ തളിരും അഴകായി. മിന്നിത്തെന്നി മിനുങ്ങി നടക്കും മിന്നാമിന്നികളെ കൊട്ടാരത്തിനകത്തു കുരുന്നു വിളക്കു കൊളുത്താൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ. പൂമുറ്റത്തു പൂപ്പന്തൽ പന്തൽ മേഞ്ഞു മൂവന്തി മുത്തും കോത്തു നിൽപ്പുണ്ടേ പൂന്തേ തുമ്പികൾ. വേണം നല്ലൊരാനന്ദം കേൾക്കാം നല്ല കച്ചേരി പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയിൽ. ആടാൻ വരുമോ അണിവാൽ മയിലേ തകിലും കുഴലും തരുമോ നീ. തുള്ളി തുള്ളി പാറി നടക്കും കുഞ്ഞിക്കുരുവികളെ വെള്ളിപ്പറവകൾ ഈ വഴി പാറി പാറി വരുന്നുണ്ട്. മാറിവില്ലിൻ ഗോപുരങ്ങൾ മച്ചകങ്ങൾ മോടികൂട്ടാ മേടസൂര്യൻ കാവലാളാ നീലരാത്രി. കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം തൂക്കാൻ വാ. കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം തൂക്കാൻ വാ. Sunday Classics. Sunday Classics. ഗായകൻ ശ്രീനിവാസാണ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എം സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം. സർ, താങ്കളൊരു ഗായകൻ മാത്രമല്ല, ഒരു കമ്പോസറും കൂടിയാണ്. സംഗീത സംവിധായകനാകാനുള്ള ഒരു ആഗ്രഹം അതെങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് ഞാൻ വരുമ്പോൾ വേറൊരു ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഒരു 35 വയസ്സിലാണ് ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് തന്നെ ഞാൻ വരുന്നത്. അപ്പോ ഇപ്പൊ 20 കൊല്ലം. അപ്പൊ വയസ്സെത്രയായെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം വരുമ്പോ കുറച്ച് 1-2 പാട്ടുകൾ പാടിയിട്ട് പോകണം എന്നുള്ളതല്ല, വേറെ എനിക്കൊരു ആഗ്രഹങ്ങളില്ല. പിന്നെ റഹ്മാന്റെ കൂടെ ഒക്കെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ സംഗീത സംവിധാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എപ്പോഴും പാട്ടെന്ന് പറഞ്ഞാൽ പ്രാന്താണ്. സെയിം പ്രാന്ത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ പാട്ടുകൾ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും നമ്മൾ തന്നെ മ്യൂസിക് ചെയ്യുമ്പോൾ. ഒരു കാലത്ത് ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ദേവരാജൻ മാസ്റ്റർ അവരൊക്കെ ചെയ്യുമ്പോൾ ട്യൂൺ അവരുണ്ടാക്കും മോസ്റ്റ്ലി. ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ബട്ട് ദർ ആർ അറേഞ്ച്മെന്റ് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് ആണ്. അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പൊ ദ ട്യൂൺ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ സിംഗേഴ്സ് ആണ് അവര്. അപ്പൊ ഒരു സിംഗർ പാട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ പാട്ടിന് ഒരു ലോഞ്ചിവിറ്റി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു ഉടൻ റിലീസാകാൻ പോകുന്ന കങ്കാരു എന്ന് പറയുന്ന തമിഴ് സിനിമയിലെ പാട്ടിൽ കീണമിട്ടോന്ന്. കങ്കാരു എന്നുള്ള അതൊരു ചെറുകട പടമാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ ബഡ്ജറ്റ് ഫിലിം. സാമി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറാണ്. സാമി അതിനു മുമ്പ് നല്ല ഹിറ്റ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഫിലിമിൽ അറിയപ്പെടുന്ന ആക്ടേഴ്സ് ആരുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്. ആ ഒരു ത്രില്ലർ ആംഗിൾ എടുക്കുമ്പോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പാട്ടുകൾ ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടം കൂടി ചെയ്ത പാട്ടുകളാണ്. അതെനിക്ക് ഭയങ്കര ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്ട്. 5 പാട്ട് ആണ് ഞാൻ ചെയ്തത്. വൈരമുത്ത് സാറാണ് എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. അപ്പൊ വൈരമുത്ത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത്. ശ്വേതയാണ് പാടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ മെലഡിയും വേർഡ്സും എല്ലാം കൂടെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ പാട്ടാണ്. ഈ പാട്ടിന്റെ പേര് പേഞ്ചാക്ക മഴത്തുള്ളി. ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. പേഞ്ചാക്ക മഴത്തുള്ളിയോ മണ്ണോട് வாழ்ந்தாக்க வாழுவது உன்னோடு சாஞ்சாக்க சாய்வது உன் தோளோடு மூச்சு ஓஞ்சாக்க ஓய்வது மார்போடு ஏன் ஏத்தத்துக்கும் இறக்கத்துக்கும் என்ன குறை
வச்சா தருதலையா சொல்லுதொர தேஞ்சாக்கா மழை துளியோ மண்ணோடு நான் வாழ்ந்தாக்கா வாழுவது உன்னோடு சொத்து பத்து வேணும்னு ஒன்ன கேட்டாளா 10 காசு நெத்தி போட்டு போதும் சொன்னாளா காத்து மழை குளிருக்கு ஒரு கம்பளி கேட்டாளா கட்டிக்கிட்டு அடைக்கு வைப்போம் போதும் சொன்னாளா பால் வளர்ந்த சாய்வது ஓந்தோளோடு மூச்சு ஓஞ்சாக்கா ஓய்வது ஓ மார்போடு சாய்வது ஓ தோளோடு மூச்சு ஓஞ்சாக்கா ஓய்வது ஓ மார்போடு ஏற்றத்துக்கும் இறக்கத்துக்கும் என்ன குறை நான் சேத்துக்குள்ள பூத்து வந்த செந்தாமர ஒன்ன ஒரு தலையா காதலிச்சா தருதலையா சொல்லுதொர Sunday Classics. Sunday Classics. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീനിവാസാണ് നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട്. സാർ, താങ്കൾ പാടിയ പാട്ടുകളിൽ ഹൃദ്യമായ മെലഡീസ് കുറേയുണ്ട്. ഞങ്ങൾ മലയാളികളായ സംഗീത പ്രേമികൾ എന്നു ഓർക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ദോസ്തിലെ മഞ്ഞു പോലെ എന്നുള്ള പാട്ട്. എത്രയോ ജന്മമായി മാരിവില്ലൻ ഇതൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും മഞ്ഞു പോലെ ആയിരുന്നു ശരിക്കും ഒരു അഡ്രസ്. അത് വിദ്യാസാഗറിന് എന്നെന്നും നന്ദി. ആ ഫിലിമിന്റെ അസോസിയേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതൊരു ഉഗ്രം പാട്ടാണല്ലോ. ഞാൻ വളരെ ലക്കിയാണത്. അതിന്റെ റെക്കോർഡിംഗ് വളരെ ആസ് യൂഷ്വൽ വിദ്യാസാഗർ വളരെ ഒരുപാട് അഫെക്ഷനോടുകൂടി എടുത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വളരെ ആസ്വദിച്ചാണ് സാറും പാടിയത്. എല്ലാ പാട്ടും ആസ്വദിച്ചാണ് ഞാൻ പാടുന്നത്. അതെ, അതുകൊണ്ട് ഒരു പാട്ട് പോലും എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പാടിയിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കുറെ പാട്ടുകൾ. അന്ന് മലയാള സിനിമാ സംഗീതത്തിൽ സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്നും വേറിട്ട പുതുമയുള്ള ഒരു ശബ്ദമായിരുന്നു താങ്കളുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരം പാട്ടുകൾ പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടു ആയിരിക്കാം. ഇന്ന് ഒരുപാട് പേര് അങ്ങനെ പാടുന്നുണ്ട്, അതുപോലെ പാടുന്നുണ്ട്. നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ മാൻ
അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ മഴവില്ലിൻ തിടമോ മദനപ്പൂവരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമര കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുപ്പോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്ന അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ Sunday Classics. Sunday Classics. പാട്ടോർമ്മകളുമായി നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഉണ്ട് ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീനിവാസ്. സർ, താങ്കൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പടയപ്പയിലെ മിൻസാര പൂവേ എന്നുള്ള പാട്ട്
ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ? ഞാൻ റഹ്മാൻ ഒരുപാട് ട്രാക്സും ഒക്കെ പാടുന്ന കാലമാണ്. അതിനു മുമ്പ് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഉയരയിൽ എന്നുയിരെ രക്ഷകനില് കയ്യിൽ മിതക്കും, ഈ പാട്ടുകളൊക്കെ എന്റെ സോലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും മിൻസാരപ്പൂവേ എന്നുള്ള പാട്ടായിരുന്നു എനിക്ക് ഒരു ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. അതെനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി തമിഴ്നാട്ടിൽ നിന്ന്. അത് മാത്രമല്ല, രജനീകാന്തിന് ഞാൻ പാടി കഴിഞ്ഞിട്ട് എനിക്കൊരു അവിടെ ഒരു ISI സ്റ്റാമ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗറായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഇൻഡസ്ട്രി. രജനീകാന്തിന് വേണ്ടി പാടാനുള്ള അവസരം കിട്ടുന്നത് അവിടെ വലിയൊരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണല്ലേ? അതാണ് അത് ഞാൻ ശരിക്കും അറിഞ്ഞു. രജനി സാറിന് പാടിയാൽ ഒരു സിംഗർക്ക് എത്ര അധികം വാല്യൂ കൂടും എന്ന് ഞാൻ ക്ലീൻ ആയിട്ട് അറിഞ്ഞു. അത് ഇൻഫാക്ട് ആ പാട്ട് ഒരു ട്രാക്ക് ആയിട്ടാണ് ഞാൻ പാടിയത്. ഞാൻ വെറുതെ നിത്യശ്രീയെ പഠിപ്പിക്കാൻ പോയതാണ് ആ പാട്ട്. അപ്പൊ ആ സമയത്ത് ഹരിഹരനായിരുന്നു പാടേണ്ടിരുന്നത്. അപ്പൊ ഹരിഹരൻ സ്ഥലത്തില്ല. അപ്പൊ ശരി, നീ ട്രാക്ക് പാടിക്കോന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ 10 മിനിറ്റിലെടുത്തു, ധൃതി പിടിച്ചെടുത്തു. ലിറിക്സ് ഒന്നും ശരിയായിരുന്നില്ല. ലിറിക്സ് ഒക്കെ ഞാൻ വെട്ടിമുറിച്ച് പാടി. ഇപ്പൊ ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് അതാണ്. ബട്ട് ഫൈനലി രജനി ലൈക്ക് മൈ റെൻഡിഷൻ സോ മച്ച് ദാറ്റ് ഹി സെഡ് എനിക്ക് ഇത് മതി, എനിക്ക് ഹരിജിയുടെ വേർഷൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതിനൊക്കെ ഭാഗ്യമാണ്. ബിക്കോസ് ഹരിജി ഈസ് എ ഗ്രേറ്റ് സിംഗർ. നമ്മുടെ തലമുറ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല സിംഗർ. ആ സമയത്ത് എന്ത് പാടിയാലും പുള്ളി സൂപ്പർ ഹിറ്റ് മാത്രമല്ല, അത് ഹി വാസ് അത്രയും ഒരു നമ്പർ 1 പൊസിഷനിൽ ഇരുന്ന സമയമാണ്. അവിടെയാണ് ഭാഗ്യം എന്നുള്ള കാര്യം. ഈ ഹരിജി പാടിക്കഴിഞ്ഞിട്ട് എന്റെ പാട്ട് ആണ് ഓക്കെ എന്ന് പറയുന്നത് രജനീകാന്ത് പറയുമ്പോ അവിടെയാണ് ഭാഗ്യം എന്ന് പറയുക. അല്ല, എനിക്കറിഞ്ഞൂടാ എന്താണ് സമയം എന്ന് പറയുക, വാട്ട് എവർ യു കോൾ ഇറ്റ്, ദാറ്റ് ഹാപ്പൻ ഫോർ മീ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണത്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വലിയൊരു പാട്ട്, ഹിറ്റ് പാട്ട് പാടണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. ഇങ്ങനെ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊരു അഡ്വൈസ് ആയിട്ടാണ് ജീവിതത്തിൽ എല്ലാവർക്കും, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ എടുക്കാം. ബിക്കോസ് വി ഷുഡ് നെവർ തിങ്ക് ദാറ്റ് ഒയ്യോ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മളൊന്നും അവരുടെ അടുത്ത് എത്തൂല, അങ്ങനെ ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു സാധനം ഇല്ല. ഈച്ച് വൺ ഇസ് യുണീക്ക്. നോബഡി ഇസ് ബെറ്റർ ദാൻ ദി അതർ. അങ്ങനെ ഒരു സാധനമല്ല. എവ്രി വൺ ഇസ് ഡിഫറെന്റ്. അത്രേ ഉള്ളൂ. പടയപ്പയിലെ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. മിൻസാരപ്പൂവേ പെൺപൂവേ മെയ് തീണ്ട വേണ്ടും എന്നോട് വാരായ് എന്നാസയോസ കേളാ. மின்சாரப்பூவே பெண்பூவே மெய் தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய். மாலையில் பொன்மாதினில் நான் துயில் கொள்ள வேண்டும், காலையில் உன் கண்களில் நான் வெயில் காய வேண்டும். சகியே 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 என் இசைக்கும் ஆசைக்கும் பூசைக்கும் நீ வேண்டும்.
കേളായി. நிலவை தட்டி தட்டி செய்து வைத்த சிற்பம் ஒன்று கண்டேன். அதன் விழிகளில் வழிவது அமுதல்ல விஷம் என்று கண்டேன். அதன் நிழலையும் தொடுவது பழி என்று விலகிவிட்டேன். வாழ்விழியால் வலை விரித்தாய் வஞ்சனை வெல்லாது. வலைகளிலே மீன் சிக்கலாம் தண்ணீர் என்றும் சிக்காது. வா என்றால் நான் வருவதில்லை, போ என்றால் நான் மறைவதில்லை. இது நீ நான் என்ற போட்டி அல்ல. நீ யானையிட்டு சூடிக் கொள்ள ஆண்கள் யாரும் பூக்கள் அல்ல. Sunday Classics. Sunday Classics. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എം സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകളുമായി പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീനിവാസ് നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം. സാർ, താങ്കൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയ പടയപ്പയിലെ പാട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കേരള സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് താങ്കൾക്ക് ലഭിക്കുന്നത് രാത്രിമഴയിലെ പാട്ടിലൂടെയായിരുന്നു. രാത്രിമഴയിലെ ബാസുരിൽ എന്ന പാട്ട്. ആ പുരസ്കാരം എത്രത്തോളം താങ്കൾക്ക് പ്രിയപ്പെട്ടതാണ്? ഞാൻ ശരിക്കും ജനിച്ചത് തിരുനെൽവേലിന്റെ അടുത്തൊരു ഗ്രാമത്തായിരുന്നു, അംബാസമുദ്രത്തിലായിരുന്നു. അത് അവിടെ പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അത് എന്റെ മനസ്സിൽ ട്രിവാൻഡ്രത്ത് വരുമ്പോ കിട്ടുന്ന ഒരു സുഖം വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പാടുമ്പോൾ എന്റെ ഹിന്ദി സോങ്സ് ആയിരുന്നു ഞാൻ when I used to sing those songs, that was what I was known for. മലയാളം ഒരിക്കലും ഞാൻ പാടാറില്ല. ജി വേണുഗോപാൽ അവരൊക്കെ they used to sing it so beautifully. I thought മലയാളം എത്ര മനോഹരമായിട്ടാണ് അവർ പാടുന്നത്, എന്തിനാണ് ഞാൻ മലയാളം പാടുന്നത്. ഞാൻ മലയാളം ഒരിക്കലും പാടാറില്ലായിരുന്നു. മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയത് മാത്രമല്ല, that is why when I got this award it was most special. ഒരിക്കലും വിചാരിക്കാത്ത ഒരു അവാർഡായിരുന്നു. എഗെയിൻ ഞാൻ ഒരിക്കലും ഈ പാട്ട് പാടുമ്പോ ഞാൻ വിചാരിച്ചു എത്ര നല്ല പാട്ടാണ്, എത്ര നല്ല കമ്പോസറാണ് രമേശ് നാരായണൻ. ഇത്ര വിചാരിച്ച് പാടിയുള്ളൂ. അത്രയും I gave my 100% to that song. I never bothered about it afterwards, but suddenly I got a call saying that I've won the state award. Really എനിക്ക് അത്രയും it's closest to my heart. ഈ തമിഴ്നാട്ടിൽ ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡാണ് ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ സാർ നമ്മുടെ സൺഡേ ക്ലാസിക്സിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം തന്റെ പ്രിയ ഗാനങ്ങളായി പറഞ്ഞതിൽ ഈ പാട്ടും ഉണ്ടായിരുന്നു. ഈ സിനിമ പാടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മകരമഞ്ഞിലൊക്കെ സാർ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ലെനിൻ സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹി ഈസ് എൻ അമേസിംഗ് പേഴ്സൺ വിത്ത് വെരി 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 ഫൈൻ ടേസ്റ്റ് ഫോർ മ്യൂസിക്. രാത്രിമഴയിലെ ഭാസുരി എന്നുള്ള ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ? ദാറ്റ് ഇസ് ഫോർ ലെനിൻ രാജേന്ദ്രൻ സർ, രമേശ് നാരായണൻ ആൻഡ് കൈതപ്പുറം. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് സുജാത. ബാസുരി ബാസുരി ബാസുരി
ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി ആഷാഢ പൗർണമിയിലേറും നിലാവിൽ നിൻമുഖം ഏറെ ഇഷ്ടമായി ഓ ബാസുരി ആശാമയൂരമായി നീ പീലി നീർത്തവേ ഒരു പേലിയാകുവാനെന്തു മോഹം ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി Sunday Classics. Sunday Classics. കോളേജ് ഡേയ്സ് എന്ന സിനിമയിലെ വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ ശ്രീനിവാസ് എന്ന ഗായകന്റെ ഹൃദ്യമായ പാട്ടുകളിലൊന്നാണിത്. അദ്ദേഹം പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം. സർ, ഈ പാട്ടിനെ എങ്ങനെ ഓർക്കുന്നു? റോണി റഫേലാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. റോണി നല്ലൊരു പയ്യനാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പയ്യനാണ്. ഞങ്ങൾ US പോയിട്ടുണ്ട് ഒരുമിച്ച് ഷോസിനൊക്കെ. അതിനു മുമ്പ് ട്രിവാൻഡ്രത്തും എനിക്കറിയാം, പരസ്യമൊക്കെ പാടിയിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, റോണി എനിക്ക് അയച്ചു ആ പാട്ട്, ചേട്ടൻ തന്നെ പാടണം എന്ന് പറഞ്ഞു.
ഞാൻ ട്യൂൺ കേട്ട് ഞാൻ പാടി അയച്ചാണ്. ഞാൻ ചെന്നൈയിലായിരുന്നു, റോണി ട്രിവാൻഡ്രത്തായിരുന്നു, ഞാൻ ചെന്നൈയിലല്ല. ദെൻ ഈ കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു, കറക്ഷൻസും പാടി. ഞാൻ വിചാരിച്ചു നല്ല പാട്ടാണ്, നല്ല മെലഡി ആണല്ലോ. ബട്ട് ദാറ്റ് പിക്ചറൈസേഷൻ ആൻഡ് ദ സീൻ സോ ബ്യൂട്ടിഫുൾ. ഇന്ദ്രജിത്ത് ആണെന്ന് തോന്നുന്നു. ഇന്ദ്രജിത്ത് ആണ്. ഇത്രയും മനോഹരമായിട്ട് ലിപ്സിങ്കും ഒരു സിംഗർ എങ്ങനെയാ പാടുന്നത് അതുപോലെ പാടി ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് ഐ തിങ്ക് ഇന്ദ്രജിത്ത് ഹിംസെൽഫ് ഇസ് എ സിംഗർ. ഐ തിങ്ക് ഞാൻ യൂട്യൂബില് ആ സമയത്ത് നൗ ദാറ്റ് യു റിമൈൻഡ് മീ ഐ വോണ്ട് ടു സീ ഇറ്റ് അഗൈൻ ബിക്കോസ് ഹി ഹാസ് ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. താങ്ക് യു ഇന്ദ്രജിത്ത്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്? ആരുമറിയാതെ ആരോരുമറിയാതെ കവിത പോലെന്നിൽ നിറഞ്ഞതാരാണ്? വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്? ആരുമറിയാതെ ആരോരുമറിയാതെ കവിത പോലെന്നിൽ നിറഞ്ഞതാരാണ്? ഏതോ സ്വപ്നം കാവ്യമായി, ഏതോ മൗനം രാഗമായി കണ്ടു മറന്ന കിനാവിലെ വർണ്ണമനോഹര ഭാവമേ, വിണ്ണിൻ കായലിലെ കാണാത്തോണിയിലെൻ സ്വപ്നക്കൂടേറി ഇന്നു വന്നവളാരാണ്? വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്? ഇന്നീരാവും മൂകമായി ഞാനീ വീഥിയിലേകനായി, ഇന്നെൻ നെഞ്ചിലെ ഓർമ്മകൾ കണ്ണീർ മഴയായി പെയ്തുപോയി, തീരാനൊമ്പരമായി നോവിൻ മർമരമായി സ്നേഹത്തേറേറി ദൂരിപ്പോയവളാരാണ്? വെണ്ണിലാവിൻ ചിറകിലേറി ഞാനുയരുമ്പോൾ പ്രണയമുന്തിരി നീട്ടി എന്നെ വിളിച്ചതാരാണ്? ആരുമറിയാതെ ആരോരുമറിയാതെ ആരുമറിയാതെ ആരോരുമറിയാതെ ആരോരുമറിയാതെ ആരോരും അറിയാതെ. Sunday Classics. Sunday Classics. ജയരാജ് സംവിധാനം ചെയ്ത ദ ട്രെയിൻ എന്ന് പറയുന്ന സിനിമ അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെങ്കിലും ആ സിനിമയിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതിലെ പാട്ടുകൾക്ക് ഈണം നൽകിയത് ശ്രീനിവാസും.
അതിൽ ഹൃദ്യമായ ഒരു പാട്ടും അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നു. റഫീഖ് അഹമ്മദ് എഴുതിയ ഇതിലേ വരൂ എന്നുള്ള പാട്ട്. ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീനിവാസ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം. സർ, ദ ട്രെയിനിലെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ജയരാജിന്റെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ. ഫാനാണ് അങ്ങനെ. ഞാൻ എവിടെയോ പ്ലെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മ്യൂസിക് ചെയ്യണം നിങ്ങളുടെ ഒരു പടത്തിൽ. നിങ്ങളുടെ പടത്തിന്റെ പിക്ചറൈസേഷൻ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഹി കോൾ മീ ആൻഡ് സെഡ്, നമുക്കൊരു പടം ചെയ്യണം, ഒരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാട്ടുകളൊക്കെ ചെയ്തു, ട്യൂണൊക്കെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ റെക്കോർഡിംഗ് ചെയ്ത ഒരു 3 പാട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ആ ഷൂട്ടിംഗ് ഐ തിങ്ക് ഒരു 20 days കഴിഞ്ഞിട്ട് then they stopped shoot. Then there something happened with the project എന്തൊക്കെയോ സംഭവിച്ചു. ആൻഡ് സഡൻലി എന്നെ വിളിച്ച് ഇങ്ങനെ മമ്മൂട്ടിയാണ് ആ പടത്തില് ഒരു സ്പെഷ്യൽ റോളാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഗ്രേറ്റ്, ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് എ മമ്മൂട്ടി ഫിലിം, ഇറ്റ് വാസ് നോട്ട് എ ജയരാജ് ഫിലിം, ഇറ്റ് വാസ് നോട്ട് എ ജയസൂര്യ ഫിലിം. ഇറ്റ് ബിക്കേം ലൈക്ക് ദാറ്റ്. അൺഫോർച്ചുനേറ്റ് സർട്ടൻ തിങ്സ്. എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ഫിലിം ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദ ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ ദാറ്റ് ജയരാജ് നോർമലി ഡസ് ദാറ്റ് ഹി കുഡ് നോട്ട് ഡു. ഈ ഫിലിമിൽ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ദാറ്റ് ലവ് സ്റ്റോറിക്കല്ല പ്രോമിനൻസ്, ഇമ്പോർട്ടൻസ് അൾട്ടിമേറ്റ്ലി. ബട്ട് ഐ എം ഹാപ്പി. എനിക്ക് കുറച്ച് നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റി ആൻഡ് ജയരാജിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ പറ്റി. ഇതൊക്കെയാണ് എന്റെ നേട്ടങ്ങൾ. പിന്നെ ഇതിലേ വരൂ എന്നുള്ള പാട്ട് ട്യൂൺ ഐ റിയലി ലവ്. ഞാൻ ചെയ്തുകൊണ്ടല്ല, സംടൈംസ് നമുക്ക് നല്ല ഒരു ഇൻസ്പയർഡ് മൊമെന്റിൽ നമുക്ക് ചിലപ്പോൾ നല്ല ട്യൂൺസ് നമുക്ക് കിട്ടും. വെൻ ഐ ഗോട്ട് ദാറ്റ് ട്യൂൺ ഐ ഫെൽറ്റ് സോ ഗുഡ്. അത് വെയിറ്റ് ചെയ്താണ് കൊടുത്തത് ഞാനത് ജയരാജിന്. നമുക്ക് ആ പാട്ട് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. ഇനിയും വെറുതെ ഋതുമംഗലയാം പനിനീർമുഖിലേ മാറിൽ താവും നനവ് തരൂ. മൗനം നീറും നിനവ് തരൂ. മാറിൽ താവും നനവ് തരൂ. മൗനം നീറും നിനവ് തരൂ. നിറതാരം പൊലിയാറായി ഈ പാതിരാവിൽ നീ കാണാതെയായി. വിരഹാർദ്രം സ്മൃതിയേതോ നീരോളമായി നീങ്ങി ഒരഴിമുഖമായി. നിറതാരം പൊലിയാറായി ഈ പാതിരാവിൽ നീ കാണാതെയായി. വിരഹാർദ്രം സ്മൃതിയേതോ നീരോളമായി നീങ്ങി ഒരഴിമുഖമായി. വന്നീടും പുലർവേള പിന്നീടോ നിറസന്ധ്യ. ഇനി നീ മാറിലേതു മഴവിൽ ചൂടു. മൗനം തീരും നിലവ് തരൂ. മാറിൽ താവും നനവ് തരൂ. മൗനം നീറും നിലവ് തരൂ. എന്താഹം നെടുവീർപ്പായി നീ പോകും തീരം തഴുകുമ്പോൾ കരയോരം വിരൽ നീട്ടി ഈറൻ വരികൾ എഴുതുകയായി. എന്താഹം
Classics. Sunday Classics. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എം സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റജാസിനൊപ്പം ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീനിവാസ്. സാർ നേരത്തെ പറഞ്ഞു കുട്ടിക്കാലം മുതലേ ഹിന്ദി പാട്ടുകളോട് ഒരു വല്ലാത്ത ഇഷ്ടം താങ്കൾക്കുണ്ടായിരുന്നു. വേദികളിൽ ഹിന്ദി ഗാനങ്ങളായിരുന്നു കുട്ടിക്കാലത്തെ പാടിയിരുന്നത് എന്ന്. ഹിന്ദി സിനിമാ സംഗീത രംഗത്തും താങ്കൾ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. താങ്കൾ പാടിയ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ദിൽ ചാഹ്താ ഹൈ, അതില് ഹൃദ്യമായ ഒരു പാട്ടുണ്ട്. എന്ത് പറയുന്നു ആ പാട്ടിനെ കുറിച്ച്? അത് ശങ്കർ എഹ്സാൻ ലോയ്ഡ് മ്യൂസിക് ആണ്. അതിനു മുമ്പ് നമ്മുടെ രാജീവ് കുമാറിലെ ഡയറക്ടർ, അതെ, ഹി നോസ് ദാറ്റ് ഞാൻ ഹിന്ദി പാട്ടിന്റെ ഒരു ആളാണെന്ന് അറിയാം. ബിക്കോസ് നമ്മൾ ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്നു. ഞാൻ ഹിന്ദി പാട്ടുകൾ പാടാറുണ്ടായിരുന്നു. നമ്മുടെ ഗമ്പൾ ഗ്രൂപ്പിൽ കോങ്കോ ഡ്രംസ് വായിക്കുന്ന ആളായിരുന്നു രാജീവ് കുമാർ. ശരി. അപ്പൊ നന്നായിട്ട് വായിക്കും, പക്ഷെ റിഹേഴ്സലിന് വരത്തില്ല. ബിക്കോസ് പുള്ളിയാണ് ഓർഗനൈസർ. അപ്പൊ രാജീവ് ഒരു ഹിന്ദി പടം തുടങ്ങിയപ്പോ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പാടിക്കും എന്ന് പറഞ്ഞ് ആൻഡ് ഹി ടുക്ക് മീ ദേർ ടു ബോംബെ. അപ്പൊ ജതിൻ ലളിത് അപ്പൊ അവര് കാണണം എന്ന് പറയണു. അവർ ഒരു ടെസ്റ്റ് പോലെ അവർ വെച്ചു. അപ്പൊ ഞാൻ കിഷോറിന്റെ ഒരു പാട്ട് പാടി, അതവർക്ക് വലിയ ഇഷ്ടമായി. അപ്പൊ പാട്ട് ഓക്കെ റെക്കോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ ജാവേദ് അക്തർ ആയിരുന്നു ലിറിക്സ്. ജാവേദ് അക്തർ റിയലി ലൈക്ക് മൈ ഡിക്ഷൻ. ഇങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്ത്. അത് കഴിഞ്ഞിട്ട് റഹ്മാന്റെ അവിടെ ജാവേദ് അക്തറിനെ കണ്ടു. ഞാൻ 1947 പാടി, ലഗാനിൽ പാടി. സോ വെൻ ദിൽ ചാഹ്താ ഹൈ, ജാവേദ് സാബ് വാസ് റൈറ്റിംഗ് ദ സോങ്സ് ഫോർ ഹിസ് സൺ ഫർഹാൻ അക്തർ ആൻഡ് ശങ്കർ എഹ്സാൻ ലോയ് വാസ് ഡൂയിങ് ദ മ്യൂസിക്. ജാവേദ് സാബ് സജസ്റ്റഡ് ദാറ്റ് ഐ സിംഗ് ദിസ് സോങ്. അപ്പൊ ശങ്കർ മാധവൻ എനിവേ നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഹി ഇമ്മീഡിയറ്റ്ലി കോൾ മീ, ഏയ് വി ആർ ഡൂയിങ് ദിസ് സോങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ അവിടെ പോയി. അപ്പൊ ബോംബെയിൽ പോയി പാടി. ഇറ്റ് വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. ആ പാട്ട് ഇന്നും അഗൈൻ ഇറ്റ് ഇസ് മൈ അഡ്രസ്. എന്റെ ഒരു മേൽവിലാസമാണ് ബോംബെയിൽ. എന്തായാലും ഇങ്ങനെ ഓരോ പാട്ടുകളെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെയാണ് നമ്മൾ സൺഡേ ക്ലാസിക്സിലൂടെ ഇങ്ങനെ പങ്കുവച്ചത്. ഒത്തിരി സന്തോഷമുണ്ട് സാർ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ ഓർമ്മകളൊക്കെ പറഞ്ഞതിൽ. ഒപ്പം ഇനിയും നല്ല നല്ല പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം ലഭിക്കട്ടെ. ഒപ്പം ഒരു കമ്പോസറായിട്ടും നല്ല പാട്ടുകൾ തന്നെ ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. कैसी है ये रुत की जिसमें फूल बन के दिल खिले, घुल रहे हैं रंग सारे, घुल रही है खुशबुएं, कैसी है ये रुत की जिसमें फूल बन के दिल खिले, घुल रहे हैं रंग सारे, घुल रही है खुशबुएं, चांदनी झरने घटाए, गीत बारिश तितलियां हम पे हो गए हैं सब मेहरबान, कैसी है ये रुत की जिसमें फूल बन के दिल खिले, देखो नदी के किनारे पंछी पुकारे किसी पंछी को, देखो ये जो नदी है मिलने चली है सागर ही को, ये प्यार का ही सारा है कारवां, कैसी है ये रुत की जिसमें फूल बन के दिल खिले, किसी को बताएं कैसे
ये समझाए क्या प्यार है। इसमें बंधन नहीं है और ना कोई भी दीवार है। सुनो प्यार की निराली है दास्तां, कैसी है ये रुत की जिसमें फूल बनके दिल खिले, घुल रहे हैं रंग सारे, घुल रही है खुशबुएं, चांदनी झरने घटाए, गीत बारिश तितलियां हम पे हो गए हैं सब मेहरबान। कैसी है ये रुत की जिसमें फूल बनके दिल